ശ്രീ സതീഷ് ഗോപി, നേരത്തെ ശ്രീയും PM സുരേഷ് ബാബു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. ഇത് രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാകുന്ന ഒരു ആരോപണം മാത്രമാണ്. സർക്കാർ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകൾ ചില അപര്യാപ്തതകളുണ്ട് എന്നുള്ള അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് അവകാശവാദം. ഇവിടെ നമ്മൾ ഒരിക്കലും ഇരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ രാഷ്ട്രീയ കണ്ണോടെ രാഷ്ട്രീയ ലാക്കോടെ വിമർശിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ വിമർശിക്കാൻ നമ്മൾ മുതിരുന്നില്ല. 2000 ഈ നൂറ്റാണ്ട് പറഞ്ഞതിന് ശേഷം 2000-ന് ശേഷം കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. കാലാവസ്ഥാ വ്യതിയാനമെന്ന് തന്നെ പറയാം. ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നിവാസികൾക്ക് ഒരു കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ചുഴലിക്കൊടുങ്കാറ്റ്, അത് നമ്മുടെ 2018 വീശിയടിച്ച ചുഴലിക്കൊടുങ്കാറ്റ്, അത് വന്നപ്പോൾ അങ്ങനെ ഒരു ചുഴലിക്കൊടുങ്കാറ്റുണ്ടെന്നും അതിൻ്റെ ശക്തി ഇതാണെന്നും നമ്മുടെ തീരം മനസ്സിലാക്കിയത് ആദ്യമായിട്ടാണ്. അതുവരെ നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തീരപ്രദേശത്തുള്ളവർക്കോ അങ്ങനെ ഒരു സംഭവം അവരുടെ ഓർമ്മയിലേ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 4 മീറ്റർ ഉയരത്തിൽ വരെ തിരയടിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി ഹൈഡ്രോഗ്രാഫറായിരുന്ന എനിക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ തീരം കംപ്ലീറ്റ് കവർന്നെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് നമ്മൾ മുന്നിൽ കാണണം. ഇപ്പോൾ കാസർഗോഡ് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് 1/2 കിലോമീറ്റർ തീരം കട്ട് ചെയ്തെടുത്തുകൊണ്ട് പോയതുപോലെ 1/2 കിലോമീറ്റർ മുൻപ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലം ഞാൻ നേരിട്ട് സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അവിടെ ആ തീരം തിരിച്ച് പുനർനിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്, 10 വർഷം മുൻപാണെന്നുള്ള ആലോചിക്കണം. അവിടെ വീണ്ടും പിന്നെ ഗ്രോയിൻസ് ഇട്ടു ആ തീരം സംരക്ഷിക്കാൻ. ആ ഗ്രോയിൻസ് ഇട്ടിട്ടും അവിടെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതായത് ഗ്രോയിൻസ് ഇട്ട് കഴിഞ്ഞിട്ടും വീണ്ടും കടലാക്രമണം തുടരുകയാണ്. നമ്മുടെ തെക്കൻ മേഖലയിൽ കടലാക്രമണം വളരെ രൂക്ഷമാണ്. അത് ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നതിന് ശേഷമാണ്. ഇത് എത്രയോ വർഷമായി നീളുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ ഡയഫ്രം വാൾ കെട്ടിയിട്ടുണ്ട്. ആ ഡയഫ്രം വാൾ ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ നീട്ടേണ്ടിയിരുന്നു. ഇത് ഡയഫ്രം വാൾ കെട്ടുന്ന സമയത്ത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഞാൻ കത്തയച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തു, ഇങ്ങനെയാണ് ഇത് നീട്ടിക്കഴിഞ്ഞാൽ ഇത്രയും തീരം സംരക്ഷിക്കാൻ ഒക്കും. പക്ഷേ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ബന്ധപ്പെട്ട സർക്കാരുകൾ പ്രവർത്തിക്കേണ്ടതാണ്. ആ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ദോഷം ഉണ്ടാകില്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയാനൊക്കും. ഇപ്പോൾ ചെല്ലാനത്ത് 7 കിലോമീറ്റർ ദൂരത്തിൽ ടെട്രാപോഡ് ഇട്ട് അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ വന്ന കുഴപ്പം എന്താണ്? അവിടെ 7 കിലോമീറ്റർ ദൂരം ഇപ്പോൾ കടലാക്രമണ ഭീഷണിയിൽ നിന്നും ഒരുവിധം മുക്തമാണ്. പക്ഷേ 7 കിലോമീറ്റർ കഴിഞ്ഞുള്ള ഭാഗത്ത് വീണ്ടും കടലാക്രമണം കൂടുതൽ രൂക്ഷമാവുകയാണ്. അതായത് എവിടെയാണോ നമ്മൾ ഈ പിന്നീട് കടൽ ഭിത്തി ഇട്ട് ഇതിനെ കടൽ തീരം പ്രൊട്ടക്റ്റ് ചെയ്ത് തീർക്കുന്നത്, അതിന് ശേഷമുള്ള ഭാഗം കൂടി കുറച്ച് പിന്നീട് കടൽ ഭിത്തി നീട്ടി ഒട്ടും കടലാക്രമണം ഇല്ലാത്ത ഭാഗത്ത് കൊണ്ടുവന്ന് ഇത് നിർത്തണം. അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ വീണ്ടും രൂക്ഷമായ കടലാക്രമണം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ, അത് മാത്രമല്ല വൈപ്പിൻ മേഖലയിൽ ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, 145 കോടി രൂപയുടെ കർമ്മ പദ്ധതി പിന്നീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വൈപ്പിൻ ഭാഗത്തെ തീരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പം ഒരു പദ്ധതി, ഇപ്പം തീരസംരക്ഷണത്തിനൊരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ നീണ്ടുപോകരുത്. ഇപ്പം നമ്മുടെ കരമന മുതൽ കളീക്കാവിള വരെ ഒരു 4 വരി പാത. ആ 4 വരി പാത എഴഞ്ഞ് ഏകദേശം 15 വർഷം കഴിഞ്ഞു. ബാലരാമപുരം എത്തിയിട്ടേ ഉള്ളൂ. അത് കളീക്കാവിള വരെ എത്തിയിട്ടില്ല. അത് എവിടെയാ നമുക്ക് തെറ്റുപറ്റിയത്? നമ്മുടെ പിഴവ് കൊണ്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടല്ല അതിനെ കാണുന്നത്? അത് എന്തുകൊണ്ടത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല? ഈ ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇതേപോലെയാണ് തീരദേശം. ഒരു പ്രാവശ്യം അവിടെ തീരദേശത്ത് ഒരു പ്രശ്നമുണ്ടായി, അത് 1 വർഷം ആ പ്രശ്നത്തിനെ നമ്മൾ നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത വർഷം ഇതേ കാലഘട്ടത്തിൽ വീണ്ടും മൺസൂൺ വരും, വീണ്ടും ആൾക്കാർക്ക് പ്രശ്നം വരും. അപ്പോൾ എങ്ങനെ ഇത് പെർമനൻ്റായിട്ടൊരു സൊല്യൂഷൻ നമുക്കുണ്ടാക്കാൻ കഴിയുക എന്നതിലേക്കായിരിക്കണം സർക്കാർ മെഷീനറീസ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മുടെ ആർഗ്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ പിന്നീട് ഭരണസമൂഹം അത് സെൻട്രലാണോ സ്റ്റേറ്റാണോ, സെൻട്രൽ ഇങ്ങനെ പറഞ്ഞില്ലേ, സ്റ്റേറ്റ് ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള തർക്കത്തിലേക്ക് കൊണ്ടുപോയി മാധ്യമങ്ങളിലൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിന്നത് ആ കാര്യങ്ങളാണ്. അവിടെ എന്ത് മിറ്റിഗേഷൻ മെഷേഴ്സ് നമ്മൾ ഇതുവരെ എടുത്തു?
നമ്മൾ റീഹാബിലിറ്റേഷൻ എത്രത്തോളം പൂർണ്ണമായി, അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ എത്ര വീടുകൾ പണി തീർത്തു, 1 വർഷമായി. പിന്നീട് എന്തൊക്കെ അവിടെ ഒലിച്ചുപോയ ഭാഗത്ത്, മല ഇടിഞ്ഞു വീണ് അവിടെ ഒലിച്ചുപോയ ഭാഗത്ത് വീണ്ടും ഒരു ഉരുൾപൊട്ടലുണ്ടാകുകയാണെങ്കിൽ അത് ആ സ്ഥലത്ത് ആഘാതം വരുത്താതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിച്ചു. അവിടെ കൂടുതലായിട്ട് എത്ര ഡിസ്പെൻസറീസ്, ഒരു ദുരന്തം വരികയാണെങ്കിൽ, ദുർബല മേഖലയാണ്, പാരിസ്ഥിതിക ദുർബല മേഖലയാണ്, അവിടെ ഒരു ദുരന്തം വരികയാണെങ്കിൽ അതിനെ നേരിടാൻ എത്ര ഫോഴ്സിനെ നമ്മൾ സജ്ജമാക്കി. ഈ കാര്യങ്ങളിലാണ് സർക്കാർ ഏതുമായിക്കൊള്ളട്ടെ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് വീഴ്ച വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കുക. കേരള തീരം ശാസ്ത്രജ്ഞന്മാരുടെ റിപ്പോർട്ടുണ്ട്, അതായത് സെസ്സിൻ്റെയൊക്കെ, പഴയ സെസ്സിൻ്റെ, ഇപ്പോഴത്തെ എൻസെസ്സിൻ്റെയൊക്കെ റിപ്പോർട്ടുണ്ട്. കേരള തീരത്ത് കേരള തീരമാകെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായി ഇവിടെ എറോഷൻ നടക്കുകയാണ്. കേരള തീരം എറോഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എറോഡ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളൊന്നും തിരിച്ച് മൺസൂൺ കഴിയുമ്പോൾ പഴയതുപോലെ റീബിൽഡ് ചെയ്ത് തിരിച്ച് പുനഃസൃഷ്ടിക്കുന്നില്ല. പുനഃസൃഷ്ടിക്കാത്തത് എന്തുകൊണ്ട്? കടലിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്ന മണലിനെയൊക്കെ, നദികളിലൂടെ ഒഴുകി വന്നുകൊണ്ടിരുന്ന മണലിനെയൊക്കെ നമ്മളിപ്പോൾ തടസ്സപ്പെടുത്തി. ഡാമുകൾ കെട്ടി, ചെക്ക് ഡാമുകൾ കെട്ടി, നിയന്ത്രണമില്ലാത്ത മണ്ണുവാരൽ മൂലം ഒക്കെ നദികളിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരുന്ന മണലിൻ്റെ എമൗണ്ട് കുറഞ്ഞു. ഈ മണലിനെയാണ് തിരിച്ച് കടലെടുത്തു കൊണ്ടുവന്ന് ഈ തീരപ്രദേശം പരിപോഷിപ്പിക്കുന്നത്. ഇതിനെ നമുക്ക് എന്ത് പ്രതിവിധി ചെയ്യാനൊക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതെ.